യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് ആത്മാർത്ഥമായി ചേഞ്ച് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? പാരൻറ്റ്. ഈ കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നതും സമയം ചെലവഴിക്കുന്ന ആൾ ആരാണ്? പാരൻറ്റും വീട്ടിലുള്ള ആളുകളും. അപ്പോൾ ഈ കുട്ടിയിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയമുള്ള ഒരാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ മോണിറ്റർ ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി ഈസി. ഡോക്ടർ ഷാഫീസ് തുടങ്ങി ഒരു 2 മന്ത് കൊണ്ട് ഒരു മെജോറിറ്റി ആയ തെറാപ്പിസ്റ്റും പാരൻസും പറയുന്നത് യെസ് ഡെഫിനറ്റ്ലി ആയിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട്. ഇത്രയും കുട്ടിയിൽ ക്യൂരിയസ് ആയിട്ടൊരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചേഞ്ചസ് ഒബ്വിയസ്ലി ഉണ്ടാവും. അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്ട് നമുക്ക് മാത്രമേ ഈ പണി പറ്റൂ, നമ്മൾ മാത്രമേ തെറാപ്പി ചെയ്യൂ എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു വാശിയാണ്. എന്തുകൊണ്ട് പാരൻറ്റിന് പറ്റില്ല, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് പറ്റില്ല? അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ അതിന് നല്ല നോളജ് വേണം. തെറാപ്പിസ്റ്റ് എന്നുള്ള രീതി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. തെറാപ്പികൾ എങ്ങനെ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാം, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഇത് തെറാപ്പിസ്റ്റിന് ഡെഫിനറ്റ് ആയിട്ടുണ്ടാകും. നമ്മുടെ സെൻറ്ററിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, ഒരു ഫ്രീ ടൈമിൽ ഒരു മിനിറ്റ് പോലും ഒരു തെറാപ്പിസ്റ്റും വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ ഓരോ സമയവും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു, മൾട്ടിപ്പിൾ മീറ്റിങ്സ് നടക്കുന്നു. ഈ കുട്ടി ഇന്ന ക്രൈസിസ് ഉണ്ട്, നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യും, കൂട്ടമായിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റിനോട് ചോദിക്കുന്നു, സ്പീച്ച് തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റിനോട് ചോദിക്കുന്നു. നിരന്തരം ഡിസ്കഷൻസ് നടക്കുകയാണ്. സോ അത് നടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പാരൻസിനെ ഇൻവോൾവ് ചെയ്യണം. നമ്മൾ ഒരറിവോ ഇല്ലാതെയോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും ഇരുത്തിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പാരൻ്റ് മുമ്പിൽ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് പറ്റത്തില്ല. സോ നമ്മൾ അപ്ഗ്രേഡഡ് ആവാണ്, നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെയും ഡോക്ടറിൻ്റെയും നോളജ് ഒരുപാട് കൂടുകയാണ്.